കുറുമണിക്കാർ പിന്നെ വെള്ളം കയറിയാൽ ഞങ്ങൾക്ക് എന്നൊരു പേടി സ്വപ്നമാണ്. എന്താ വെച്ചാൽ ഒത്തിരി ക്ഷീര കർഷകരുണ്ട്. ക്ഷീര കർഷകർക്ക് പുല്ല് മുറിച്ചുകൊണ്ട് വരൽ, അതുപോലെ തന്നെ കാലിത്തീറ്റ കൊണ്ടുവരൽ. കാലിത്തീറ്റയൊക്കെ ഒരു ചാക്ക് എടുത്താൽ എല്ലാവർക്കും 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ. വെള്ളം കയറി ഇവിടെ ആഴ്ചകൾ ഇങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഈ ചാക്കിൽ കാലിത്തീറ്റ എടുത്ത് ഈ തോണിയെ കൊണ്ടുവരൽ, അതുപോലെ തന്നെ പുല്ല് ഫുള്ള് വെള്ളം കയറി കഴിഞ്ഞാൽ പുല്ല് മുറിക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്. പശുക്കൾ പിന്നെ വൈക്കോലും കൊണ്ടൊക്കെയാണ് ഒരാഴ്ച നിൽക്കുക. അങ്ങനത്തെ കഷ്ടപ്പാടുകളൊക്കെ കുറുമണിക്കാർക്ക് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് വലിയൊരു മലയുണ്ട്, കുറുമ്പാലക്കോട്ട മല എന്ന് പറയും. അത് വലിയ മഴയും കാറ്റും ഒക്കെ പിടിക്കുമ്പോൾ എല്ലാവർക്കും ഒരു 2 വർഷം മുമ്പ് പ്രളയത്തിൻ്റെ ടൈമിലാണെന്ന് തോന്നുന്നു, ഒരു വശം ഇങ്ങനെ ഒരു വെള്ളമൊക്കെ ഒഴുകി വന്ന് ഒന്ന് ഒലിച്ച് വല്ലാണ്ടൊന്ന് എല്ലാവരും ഒന്ന് പേടിച്ച് പോയി. അപ്പോൾ വല്ലാത്ത മഴയൊക്കെ പെയ്യുമ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. തോണികളിപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്കൊരു ലൈഫ് ജാക്കറ്റ് കിട്ടുവാണെങ്കിൽ അത് ഒത്തിരി ഉപകാരമായിരിക്കും. ഇന്നലെ തന്നെ അവിടെ ഒരു തോണി മറിഞ്ഞു. അപ്പോൾ അന്നേരമൊക്കെ എല്ലാവരും ഒന്ന് പേടിച്ചു. അപ്പോൾ ഒരു ലൈഫ് ജാക്കറ്റിൻ്റെ ആവശ്യം എല്ലാവരും ഉയർത്തി കാണിച്ചിരുന്നു.